അപ്പോൾ ഇന്ന് 2026 ജനുവരി 2 അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് UK കേന്ദ്രീകരിച്ച് കുറേ ന്യൂസുകളും അപ്ഡേറ്റ്സുകളും ഓരോ പാർട്ടിയുടെ ബേസിൽ നിന്നും ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്നും ഒക്കെ വരുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കേട്ടിരുന്നു. പലതരത്തിലുള്ള കൺസൾട്ടേഷൻസ് നടക്കുവാണ്. അതേപോലെ തന്നെ പലതരത്തിലുള്ള പുതിയ പുതിയ പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ട്, പുതിയ റൂളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ 2026 നിൽക്കുന്ന UK സ്വപ്നം കാണുന്ന, അല്ലെങ്കിൽ UKയിൽ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന PR നോക്കിയിരിക്കുന്ന ആളുകൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നിയമങ്ങളായിട്ട് വരാൻ സാധ്യതകളുണ്ട്, ഈ വക കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ പല ആളുകളും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാലായിരിക്കും നമുക്കത് കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണ്, ഉപകാരപ്പെടുവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം, നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളും കമൻസും ഒക്കെ നമ്മളെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ നമുക്ക് വിശദമായിട്ട് വീഡിയോയ്ക്കകത്തേക്ക് പോകാം. അപ്പോൾ നമുക്കറിയാം UK ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മേജറായിട്ടുള്ള 3 പാർട്ടികളെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കൺസർവേറ്റീവ്സ്, അതേപോലെ തന്നെ ലേബർ പാർട്ടി, അതേപോലെ തന്നെ ഇപ്പോൾ ശക്തമായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് റീഫോം പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെല്ലാം സ്വാഭാവികമായിട്ടും ശക്തമായ നിയമങ്ങൾ കൊണ്ടുവരാനായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണെന്നുള്ളതാണ്. UKയുടെ കുടിയേറ്റം എന്ന് പറയുന്ന UKയിലേക്കുള്ള കുടിയേറ്റം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന്, ഇപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള ആളുകൾ പലപ്പോഴും സ്കിൽഡ് കാറ്റഗറിയിലേക്കും അതേപോലെ തന്നെ പലപ്പോഴും ഈവൻ കെയർ മേഖലകളിലേക്കൊക്കെയാണ് വന്നിരിക്കുന്നതെങ്കിൽ എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ലീഗൽ വേയിലൂടെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന ആളുകളുടെ അവസ്ഥ ഇങ്ങനെയല്ല. ഇല്ലീഗലായിട്ട് ഇംഗ്ലീഷ് ചാനൽ വഴിയും അല്ലാതെ പലതരത്തിലുള്ള മാർഗ്ഗങ്ങളിലൂടെ ഇല്ലീഗലായിട്ട് UKയിൽ എത്തിപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഇവരിപ്പോൾ UKയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയൊന്നുമല്ല. അതേപോലെ തന്നെ നേറ്റീവായിട്ടുള്ള ആളുകളുടെ സൈഡിൽ നിന്നും ഒരു കുടിയേറ്റത്തിനെതിരായിട്ടുള്ള ഒരു അഭിപ്രായവും അതേപോലെ തന്നെ അതിനുള്ളൊരു സമീപനവും ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനു മുമ്പുള്ള വീഡിയോസിനകത്തൂടെ എല്ലാം നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ തന്നെ അത് മുതലെടുക്കാൻ എന്നുള്ള വ്യാജേന പല പാർട്ടികളും രംഗത്ത് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. റീഫോം പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി അതിനകത്ത് അഗ്രഗണ്യനായിട്ട് മാറി എന്നുള്ളതാണ് നമ്മൾ പല പ്രഖ്യാപനങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോകും. കാരണം അത്രയും ശക്തമായ നിലപാടുകളും അത്രയും ശക്തമായ പുതിയ പുതിയ പ്രഖ്യാപനങ്ങളും കൊണ്ട് ഈവൻ PR ഇനി ഒരിക്കലും കൊടുക്കില്ല എന്ന് വരെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വരിക എന്ന് പറയുന്നത് അപ്പം നമുക്കത് എത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനമാണെന്ന് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള ശക്തമായ നടപടികൾ എടുക്കണമെന്ന് പാർട്ടികൾ നിലപാടെടുക്കുമ്പം ഈവൻ കൺസർവേറ്റീവ് പാർട്ടി ഒട്ടും പിന്നിലല്ല. അവരും ഇതേപോലുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. കുടിയേറ്റക്കാർക്ക് എതിരായിട്ടുള്ള സമീപനമാണ് പലപ്പോഴും എടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന ലേബർ പാർട്ടിക്ക് വേറെ മാർഗ്ഗമില്ല, ഇതിനെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പല ബില്ലുകളും അതേപോലെ തന്നെ പലതരത്തിലുള്ള കൺസൾട്ടേഷൻസും പ്രപ്പോസൽസും ഒക്കെ ലേബർ പാർട്ടിയുടെ സൈഡിൽ നിന്നും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പറയുന്ന പല കാര്യങ്ങളും നിയമങ്ങളായിട്ടില്ല. ഇതൊക്കെ പ്രപ്പോസലും ഡിസ്കഷനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ തന്നെ മീഡിയ പീപ്പിളിൻ്റെ സൈഡിൽ നിന്ന്, ചാനലുകളുടെ സൈഡിൽ നിന്നൊക്കെ വരുന്ന അപ്ഡേറ്റുകളും അവരുടെ ചർച്ചകളും ഒക്കെയാണ്. അപ്പം നമ്മൾ പല സമയങ്ങളിലും പാനിക് ആവേണ്ട എന്നുള്ളതാണ്. ഫേക്കായിട്ടുള്ള ഇങ്ങനെയുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ മാക്സിമം ജെന്യുവിൻ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ നോക്കാനും വായിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അല്ലാതെ എല്ലാം കേൾക്കുമ്പോൾ നമ്മൾ പാനിക് ആവേണ്ട ആവശ്യകതയൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, UKയുടെ ഗവൺമെൻറ് തലത്തിൽ പെർമനൻറ്റ് റെസിഡൻസ് എളുപ്പത്തിൽ ലഭിക്കാതെ ഇരിക്കാനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും അതിനുള്ള കാര്യങ്ങളുമാണ് പരിഗണന. അല്ലാതെ PR കൊടുക്കണ്ട എന്നുള്ളതല്ല. ചിലപ്പോൾ PRൻ്റെ കാലാവധി 5 വർഷം എന്നുള്ളത് 10 വർഷത്തിലേക്ക് ഉയർത്താനും ചിലർക്ക് അത് 20 വർഷം 30 വർഷം അങ്ങനെയൊക്കെയുള്ള ഒരു ടൈം ഡ്യൂറേഷൻ കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. നേരത്തേക്ക് ഒരു അഭയാർത്ഥിയായിട്ട് വരുന്ന ഒരാൾക്ക് 5 വർഷമൊക്കെ നിന്ന് അല്ലെങ്കിൽ അവർക്കൊരു അഭയാർത്ഥി സ്റ്റാറ്റസ് കിട്ടുന്ന പാടെ അവരുടെ ഫാമിലി സഹിതം അവർ രക്ഷപ്പെടുന്ന ഒരു അവസ്ഥ, PR കിട്ടി UK നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ വരെ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു തടയിടുക എന്നുള്ളത് ശക്തമായ നിയമങ്ങളിലൂടെ അത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രൈമറി ആയിട്ടുള്ള കാര്യം. ഒരാൾക്ക് PR കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ ലീഗലായിട്ട് വന്നിരിക്കുന്ന ആളുകളുടെ പോലും അതിന് കൂടുതൽ കാലതാമസം ആവശ്യപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതേപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി ഉണ്ടാവണം, ഹയർ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് ഉണ്ടാവണം. അപ്പോൾ ഇതൊക്കെയുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ഇനി മുന്നോട്ടുള്ള കാലത്ത് ഒരു PR കിട്ടുക എന്നുള്ള, അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കിട്ടി UKയിൽ സെറ്റിൽ ആവുക എന്നുള്ളൊരു സിറ്റുവേഷൻ. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ഒത്തിരി ആളുകൾ UKയിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ട്. പലരും ഈ പറയുന്ന പല ക്രൈറ്റീരിയാസും മീറ്റ് ചെയ്യാത്തതുകൊണ്ടും പ്രോപ്പറായിട്ടൊരു ജോലി കിട്ടാത്തതുകൊണ്ടും ഒക്കെയാണ് പലരും അവരുടെ സ്റ്റുഡൻസ് ആയിട്ടൊക്കെ പോയ ആളുകൾ തിരിച്ചു വരുന്നത്. അപ്പോൾ അവർ പലപ്പോഴും നിർബന്ധിതമായിട്ട് ഗവൺമെൻറ് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ വിസ എക്സ്പയർ ആയി കഴിഞ്ഞാൽ തിരിച്ചു പോയേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നതാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഇനി മുന്നോട്ടുള്ള കാലത്ത് കൂടുതൽ അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ പലപ്പോഴും കേൾക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പം നിലവിൽ UKയിലുള്ള ഒരാൾക്കും PRനെ സംബന്ധമായിട്ട് ഇപ്പം നിലവിൽ എന്താണോ റൂൾ അതനുസരിച്ച് തന്നെയായിരിക്കും തുടരുന്നത്. അല്ലാതെ ഈ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം മാത്രമായിരിക്കും ഈ 5 വർഷം എന്നുള്ളത് 10 വർഷം എന്നുള്ളൊരു ടൈം ഡ്യൂറേഷനിലേക്ക് PRനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരും എന്നുള്ളത്. ആ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, PR കിട്ടാനുള്ള സമയപരിധി കൂടും എന്നുള്ളത് നമ്മുടെ എക്സ്പെക്റ്റേഷൻ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക. അതിനുള്ള അടുത്ത പ്രിക്കോഷൻസ് എന്താണെന്ന് നമ്മൾ ആലോചിച്ച് സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് വെക്കുക എന്നുള്ളതാണ്. ലാസ്റ്റ് മിനിറ്റ് റഷ് ഒഴിവാക്കാൻ വേണ്ടി ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള മേഖലകളിൽ ചില എക്സെപ്ഷണൽ കേസുകളിൽ
ചില അത്രമേൽ ക്രിട്ടിക്കലായിട്ടുള്ള മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് 5 വർഷം കഴിയുമ്പോൾ തന്നെ PR കിട്ടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. സൊസൈറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കും എന്നുള്ളതാണ്. ഇപ്പം ഗവൺമെൻറ് തലത്തിൽ നിന്ന് വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഹൈ സ്കിൽഡ് ആയിട്ടുള്ള ജോലികളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പ്രയോറിറ്റി കിട്ടും. അതേപോലെ തന്നെ ലോ സ്കിൽഡ് റൂട്ടിൽ അവരെ കൊണ്ടുവരുന്നത് ഗ്രാജുവലി കുറയ്ക്കുക എന്നുള്ളൊരു നയവുമുണ്ട്. അപ്പം ഹൈ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് സ്റ്റിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനിയും മുന്നോട്ട് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനിയും കൂടുതൽ ഹൈ സ്കിൽഡ് ആയിട്ടുള്ള മേഖലകളിൽ നിങ്ങളൊരു IT എഞ്ചിനീയർ ആണ്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾ പഠിച്ച മേഖലയിൽ തന്നെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് പാനിക്കാവേണ്ട കാര്യമില്ല. സമയം ചില മേഖലകൾ ഇത് ബാധിക്കാനുള്ള മെയിനായിട്ടുള്ള സാധ്യതകൾ സർട്ടൻ കെയർ റോൾസിലൊക്കെ, അതേപോലെ തന്നെ ലോ സാലറി സ്പോൺസേഡ് ജോബ്സ് ചെയ്യുന്ന ആളുകൾ, സ്കിൽഡ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത റോളുകൾ, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും ഇനി മുന്നോട്ടുള്ള കാലത്ത് PR കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാവുന്നതാണ്. ഇതൊരു സഡനായിട്ട് നടക്കുന്ന ഒരു ബാനൊന്നുമല്ല, ഗ്രാജുവലി സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും. PRനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് ഇങ്ങനെ ടൈറ്റൻ ചെയ്ത് കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് കൊണ്ടുവന്ന് അവരെ പലപ്പോഴും തിരിച്ച് അവരുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് വിടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒത്തിരി പേര് UK നിന്ന് ദുബായ് പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ മാറി വരുന്നുണ്ട്, UAE പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ മാറി വരുന്നുണ്ട്. അതിപ്പോൾ അവർ സ്വഭാവതയ ഒരു പോയിന്റ് കഴിയുമ്പോൾ അവരുടെ ലൈഫിൽ ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ വേണമെന്നുള്ള രീതി അവർ തന്നെ ആ ഒരു സിറ്റുവേഷൻ എടുക്കും. ഗവൺമെൻറ് തന്നെ ആയിരിക്കാം മേ ബി ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ റിക്വയർമെൻറ്റ്സ് സ്ട്രിക്റ്റ് ആയിട്ട് നോക്കൂ എന്നുള്ളതാണ്. ഇപ്പം UK പല ആളുകൾക്കും ഈവൻ IELTS ഒക്കെ പാസ്സായിട്ട് പോകുന്ന ആളുകൾക്ക് പോലും പലപ്പോഴും ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ലീഗലായിട്ട് വന്നിരിക്കുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത്. ഇല്ലീഗലായിട്ട് വരുന്ന ആളുകളുടെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അത്രയും മോശമാണ് അവരുടെ അവസ്ഥ. അവർക്ക് ഒട്ടും അറിയത്തില്ല. അവരുടെ രാജ്യത്തെ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ഒരു കമ്മ്യൂണിറ്റി മാത്രമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടാകുന്നുണ്ട്. അതൊരു രാജ്യത്തെ സംബന്ധിച്ച്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയെ സംബന്ധിച്ച് അത് ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം ഇനി ഒരു PR വെക്കുന്ന ഒരു സമയത്ത് ഹയർ ലെവലായിട്ടുള്ള ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി നമുക്ക് ആവശ്യപ്പെടണം എന്നുള്ള പ്രൊപ്പോസൽസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രൊപ്പോസൽസ് പാസ്സാവുന്നതോടെ അല്ലെങ്കിൽ അതൊരു നിയമമാവുന്നതിലൂടെ ഈ ലെവൽ ഓഫ് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഫാമിലി വിസ റൂട്ട്സ് നോക്കുന്ന ആളുകളെയും ഇത് ഫ്യൂച്ചറിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ PR ആപ്ലിക്കൻസിനും ഇത് ബുദ്ധിമുട്ടായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ റൂൾ മാറിയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. പക്ഷേ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം വൈകാതെ തന്നെ ഇങ്ങനെയുള്ള ടൈറ്റനായിട്ടുള്ള നിയമങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ടെന്നുള്ളത്. ഇനി റിഫോം പാർട്ടി പറയുന്നതനുസരിച്ച് PR ഇനി ആർക്കും കൊടുക്കരുത് എന്നുള്ള അങ്ങനെയുള്ള പ്രൊപ്പോസൽസ് വരെ വന്ന് നമ്മൾ കേട്ടിരുന്നു. അപ്പം അങ്ങനെയുള്ള കടുത്ത നിലപാടുകളാണ് റീഫോം പാർട്ടി എടുക്കുന്നത്. അതേസമയം കൺസർവേറ്റീവ് പാർട്ടി പോലുള്ള ആളുകൾ അതിനോട് ഏകദേശം അനുകൂലമായിട്ടുള്ള, എന്നാൽ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ളതല്ല, എന്നാലും ഏകദേശം അതിനോട് സിമിലർ കൈൻഡ് ഓഫ് നിലപാടാണ് അവർക്കുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ലേബർ പാർട്ടി പോലുള്ള പാർട്ടി അവർ പലപ്പോഴും കുടിയേറ്റക്കാർക്ക് അനുകൂലമായിട്ട് നിലപാട് എടുക്കുന്ന ഒരു പാർട്ടിയായിരുന്നു. എന്നിട്ട് പോലും അവർക്ക് ഇങ്ങനെ മറ്റു പാർട്ടികളെല്ലാം, പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും, നിർബന്ധിതരാകും. അവരും ഇങ്ങനെയുള്ള റൂൾസ് കൊണ്ടുവരാൻ. അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അധികാരം എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടല്ലോ, അതുകൊണ്ട് അവരും ഇത് നിർബന്ധിതരാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരും സ്ട്രിക്റ്റ് റൂൾസ് കൊണ്ടുവരാനുള്ള പ്രൊപ്പോസൽസും കാര്യങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പം മുന്നോട്ടുള്ള കാലത്ത് UK നിൽക്കുന്ന ഓരോ ആളുകളും റീതിങ്ക് ചെയ്യണം. അതായത് നമ്മളിനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്രയും വർഷം വെയിറ്റ് ചെയ്യുന്നതാണോ, മറ്റൊരു രാജ്യമാണോ, അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി പോകുന്നതാണോ ബെറ്റർ എന്നുള്ള കാര്യം ഓരോ ആളുകൾക്കും ചിന്തിക്കാനുള്ള അവസരം ഉണ്ട് എന്നുള്ളതാണ്. അത് അവനവൻ്റെ സാഹചര്യങ്ങൾ അവനവന് മാത്രമേ അറിയത്തുള്ളൂ. അവരവർ അത് പ്രോപ്പറായിട്ട് ചിന്തിക്കുക, റീതിങ്ക് ചെയ്യുക. അതിനുശേഷം UK തന്നെ സ്റ്റേ ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, ആത്മാർത്ഥമായിട്ട് തോന്നുവാണെങ്കിൽ UK തന്നെ സെറ്റിൽ ചെയ്യാം. അതല്ല അല്ലെങ്കിൽ അവിടുന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതാണെങ്കിൽ അത് ഇനിയും വെച്ച് താമസിക്കാതെ വർഷങ്ങൾ മുന്നോട്ട് പോകുന്ന അവസരങ്ങൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതെ മാറി ചിന്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ലേബർ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വരുന്നൊരു അപ്രോച്ച് അനുസരിച്ച് ഇനി UK റെസിഡൻസിന് കൂടുതൽ ജോലി സാധ്യതകൾ കൊടുക്കുക, അതേപോലെ തന്നെ ഫോറിൻ റിക്രൂട്ട്മെൻറ്റ്സിൻ്റെ ആ ഡിപ്പെൻഡൻസി, ഇപ്പം നമുക്കറിയാം മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും വ്യാപകമായിട്ട് ആളെ എടുത്താണ് പല മേഖലകളും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കുറയ്ക്കുക, അതേപോലെ തന്നെ ബോർഡർ കൺട്രോൾ ശക്തമാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പരിഗണന കൊടുക്കുന്നത്. അതേപോലെ ഈവൻ യൂറോപ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ലോസ് പോലും ഒന്നുകൂടെ റിവ്യൂ ചെയ്യണം, അല്ലെ അതൊന്നുകൂടെ റീതിങ്ക് ചെയ്യണം എന്ന ഡിസ്കഷൻസ് വരെ നടക്കുന്നുണ്ടെന്നുള്ളതാണ് ലേബർ ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ. അതുതന്നെ 2026 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ റൂളുകൾ അല്ലെങ്കിൽ റീഫോംസ് ഒക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ടെന്നുള്ള കാര്യമാണ്. ഇനി സ്റ്റുഡൻസ് റോളിൽ വരുന്ന ആളുകൾക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ ഗ്രാജുവേഷൻ റൂട്ട് 2 വർഷമാണ്. അതായത് 2 വർഷം പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് കിട്ടും. PhDക്ക് 3 വർഷമായിരുന്നു. അപ്പോൾ ഇനി അത് 18 മാസമാക്കും എന്നുള്ളതാണ് പ്രഖ്യാപനം. അതേപോലെ തന്നെ സ്റ്റുഡൻസ് റൂട്ടിലുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള ഒരു നിയമം വരുന്നതിലൂടെ സ്വാഭാവികമായിട്ടും അവർക്ക് ഫ്യൂച്ചറിൽ ഒരു ജോലി കണ്ടെത്തുക എന്ന് പറയുന്നത് UK തന്നെ അവരുടെ മേഖലയിൽ തന്നെ, പഠിച്ച മേഖലയിൽ തന്നെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള മേഖലകളിൽ ജോലി കിട്ടണം. ഇല്ലെങ്കിൽ നമുക്ക് PR കിട്ടുന്നില്ലല്ലോ. അല്ലാത്ത പക്ഷം നമുക്ക് PR കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് പഠിച്ച മേഖലയിൽ തന്നെ ഈ ഒരു 1.5 വർഷത്തിനുള്ളിൽ തന്നെ ജോലി കണ്ടെത്തുക എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് മേലൊരു പ്രഷർ കൊണ്ടുവരും എന്നുള്ളതും
ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇനി പല ആളുകളും പറയുന്നുണ്ട് UK ഇപ്പോൾ അൺസേഫാണ്, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം UK പല രാജ്യത്തു നിന്ന് കുടിയേറി വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പല രാജ്യത്തെ കൾച്ചറും പല രീതിയിലുള്ള മിക്സഡ് പീപ്പിളുമാണ്. അപ്പോൾ കൾച്ചർ, പല രീതികൾ, പല സംസ്കാരം, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഈവൻ മലയാളി നേഴ്സുമാരെ അറ്റാക്ക് ചെയ്തൊരു ന്യൂസ് വരെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള അറ്റാക്കുകൾ ഉണ്ടാകുന്നുണ്ട്. നേറ്റീവായിട്ടുള്ള ആളുകളുടെ സൈഡിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന ഇല്ലീഗൽ മൈഗ്രൻസിൻ്റെയും ലീഗലായിട്ട് വന്നിരിക്കുന്ന ആളുകളുടെയും സൈഡിൽ നിന്ന് ഇത് ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് നമ്മളിവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. എന്നും പറഞ്ഞ് UK കംപ്ലീറ്റ്ലി അൺസേഫ് ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് ചില ഇൻസിഡൻറ്റ്സ് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടെന്നാണ് എക്സ്പേർട്സുകൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയത്തില്ല. പക്ഷേ പബ്ലിക് ഓർഡർ സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അതേപോലെ തന്നെ ലോ എൻഫോഴ്സ്മെൻറ്റ് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു രാജ്യമാണ് UK. ഇപ്പോഴും സേഫ് ആണ് എന്ന് ലോകത്ത് വിലയിരുത്തപ്പെടുന്ന ഒരു രാജ്യവും കൂടിയാണ് UK. പക്ഷേ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് UK ഇനി മുന്നോട്ടുള്ള കാലത്ത് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. UK നേറ്റീവായിട്ടുള്ള ആളുകൾ പലപ്പോഴും UK ഉപേക്ഷിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി എന്നൊക്കെ ഉള്ളത് വാസ്തവം എന്താണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. നമുക്ക് തന്നെ നേരിട്ട് അതിൻ്റെ അനുഭവങ്ങളൊക്കെ പലപ്പോഴും കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമുക്ക് ഇതൊക്കെ ഒരു ഗിമ്മിക്സ് അല്ലേ. പലപ്പോഴും പ്രശ്നമില്ല എന്ന് പറയുന്നതും പ്രശ്നമുണ്ടെന്ന് പറയുന്നതൊക്കെ ഓരോരുത്തരുടെ മുതലെടുപ്പും അതേപോലെ തന്നെ അങ്ങനെയൊക്കെയാണ്. നമുക്ക് ഓരോരുത്തർക്കും നേരിട്ടറിയാവുന്ന അനുഭവങ്ങളാവുമ്പോൾ നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി പുതിയതായിട്ട് UK വരുന്ന ആളുകളും UK ഇപ്പോൾ ഓൾറെഡി ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സൈലൻ്റായിട്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ് UK ആളുകളുടെ, അല്ലെങ്കിൽ അവരുടെ പൊതുവായിട്ടുള്ള കൾച്ചർ അങ്ങനെയാണ്. അപ്പോൾ അതിനിടയ്ക്ക് വന്ന് നമ്മൾ ഈ ഓവറായിട്ട് കിടന്ന് വലിയ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കുക, മറ്റൊരാളുടെ പ്രൈവസിയെ വയലേറ്റ് ചെയ്യുക എന്നൊക്കെയുള്ളത് അവിടെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള അടിസ്ഥാന കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പോയി പൊതുസ്ഥലത്ത് നിന്ന് ഭയങ്കര ശബ്ദത്തിൽ സംസാരിക്കുക, അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ കോൾസ് നടത്തുക, അതേപോലെ തന്നെ ഫോറിൻ ലാംഗ്വേജസിൽ ഇപ്പം ഇംഗ്ലീഷ് അല്ലാതെ മറ്റ് ലാംഗ്വേജിലൊക്കെ പോയി കിടന്ന് പാട്ടും കൂത്തും ഡാൻസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, ഇതൊന്നും ഒരിക്കലും അങ്ങനെയുള്ളൊരു മോഡേൺ സൊസൈറ്റി അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ലെന്നേ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ എന്തും ആവാം, നമ്മൾ 4 പേര് ഇപ്പോൾ ഈവൻ മലയാളികളാണെങ്കിൽ പോലും 4 മലയാളികൾ ഒന്നിച്ച് കൂടിയാൽ അവിടെ പിന്നെ സംഘടനകളും അതിൻ്റെ പ്രോഗ്രാംസും ഇനി അതിൻ്റെയൊക്കെ ആവശ്യകത എന്താണ് ശരിക്കും? ജോലി ചെയ്യാൻ പോകുന്നു, വർക്ക് ചെയ്യുന്നു, ഓക്കെ, എൻ്റർടൈൻമെൻറ്റിൻ്റെ ആവശ്യമുണ്ട്, എൻ്റർടൈൻമെൻറ്റ് ഓക്കെ. പക്ഷേ അതൊക്കെ മറ്റൊരാളുടെ പ്രൈവസിയും മറ്റൊരാളുടെ സ്വൈര്യ ജീവിതത്തെയും തടസ്സപ്പെടുത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എവിടെയും മറ്റൊരാളുടെ മേൽ മറ്റൊരാളെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അതുതന്നെയാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു പരിധി വരെയെങ്കിലും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസവും വിവരമൊക്കെയുള്ള ആളുകളല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളെ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. അത് ഈവൻ UK ഇന്ത്യയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു മര്യാദയും മാന്യതയും കാണിക്കണ്ടേ. കഴിഞ്ഞ ദിവസം ന്യൂ ഇയർ ആയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ന്യൂ ഇയറിൻ്റെ ആഘോഷത്തിൻ്റെ പേരിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ ആളുകളും കാട്ടിക്കൂട്ടിയതെന്ന് അവനവന് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന കാര്യം ഒരു മാന്യതയും പാകതയും പക്വതയൊക്കെ കാണിക്കണം. അപ്പോൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാവും. വിസയുടെ കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടാവും. PR കാര്യങ്ങളിലേക്ക് വരുമ്പം നേറ്റീവായിട്ടുള്ള ആളുകൾ കൊടുക്കണ്ട എന്നുള്ള നിലപാടെടുത്താൽ അവരതനുസരിച്ചുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള പാർട്ടികൾ അധികാരത്തിൽ വന്നാൽ എന്താ കാണിക്കാൻ പോകണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പം നിങ്ങൾ തന്നെ എന്താണ് നല്ലതെന്ന് അവനവൻ്റെ തന്നെ ചോയ്സാണ്. അവനവൻ തന്നെ ജീവിക്കാൻ വേണ്ടി നല്ല ജോലി ചെയ്ത് നല്ല രീതിയിൽ സെറ്റിലാവാൻ പോകുന്ന ആളുകൾ ആ അവസരം നശിപ്പിക്കണമെന്ന് അവനവൻ തന്നെ ചിന്തിക്കും. ഇത്രയും കാര്യങ്ങളൊന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ വീഡിയോയുടെ ഉദ്ദേശം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻസൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊന്ന് പരിഗണിക്കുക. അതേപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ട് എനേബിൾ ചെയ്ത് വെക്കുന്ന കാര്യം കൊണ്ടൊന്ന് പരിഗണിക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ അടുത്തേക്ക് അപ്പം തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുടെ കണ്ടുമുട്ടുന്നതിന് വരെ ടേക്ക് കെയർ, ബൈ.